നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സമാധാന വാർത്തയ്ക്ക് കാതോർത്ത് ലോകം. അമേരിക്ക ഇറാൻ കരാർ ഉടൻ ഒപ്പുവെക്കുമെന്ന് പാക് പ്രധാനമന്ത്രി. ആതിഥേയത്വം വഹിക്കാൻ തയ്യാറെന്ന് സ്വിറ്റ്സർലാൻഡ്. കരാർ വ്യവസ്ഥകൾ എന്ന പേരിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. അമേരിക്കൻ വെടിവെപ്പിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ഇന്ത്യ. US സ്റ്റേറ്റ് സെക്രട്ടറിയെ അമർഷമറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നടപടി അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യ. ഇറാന് $300 കോടി നൽകിയെന്ന വാർത്ത തള്ളി UAE വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും രാജ്യം. എണ്ണ ഉൽപാദനത്തിൽ ഇറാൻ നിർദ്ദേശം തേടിയെന്ന വാർത്ത തള്ളി ഖത്തർ. തിങ്കളാഴ്ച സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ച ദുബായ്, അബുദാബി എമിറേറ്റുകൾ. പ്രഖ്യാപനം ഹിജ്റ പുതുവത്സരാവധി കണക്കിലെടുത്ത്. ദർബ് ടോൾ ഗേറ്റുകളിലും സൗജന്യം. മെട്രോ സമയം ദീർഘിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും 24 മണിക്കൂറിനുള്ളിൽ അന്തിമ കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. സമാധാന കരാറിന്റെ ഒപ്പുവയ്ക്കൽ ഉടനെ നടക്കുമെന്നും അടുത്ത ആഴ്ച സാമ്പത്തിക തലത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരാർ ഒപ്പിടുന്നതിന് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണെന്ന് സ്വിറ്റ്സർലൻഡ് അറിയിച്ചു. ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമാധാന കരാർ ഉടൻ പ്രാബല്യത്തിലാകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചർച്ചകളിൽ ഉടനീളം കാണിച്ച പ്രതിബദ്ധതയ്ക്ക് അമേരിക്കയ്ക്കും ഇറാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നന്ദി അറിയിച്ചു. പിന്തുണ നൽകിയ മേഖലയിലെ മറ്റു രാജ്യങ്ങളോടും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിന്റെ കരട് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചെന്നും നേരത്തെ ഷഹബാസ് ഷെരീഫ് അറിയിച്ചിരുന്നു. ഇതോടെ 3 മാസത്തിലേറെയായി നീണ്ട യുദ്ധം ഉടൻ അവസാനിക്കുന്നു എന്ന പ്രതീക്ഷകൾ സജീവമായി. കരാറിലേക്ക് അമേരിക്കയും ഇറാനും വളരെയധികം അടുത്തുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും പറഞ്ഞു. കരാർ അന്തിമമാകുന്നതുവരെ ഉള്ളടക്കം സംബന്ധിച്ച ഊഹാപോഹങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും അരാഗ്ചി പറഞ്ഞു. കരാറിന്റെ വിശദാംശങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. കരാറിന്റെ എല്ലാ വിശദാംശങ്ങളും കൃത്യസമയത്ത് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുമെന്നും മന്ത്രി എക്സിൽ കുറിച്ചു. ഇറാനും അമേരിക്കയും ധാരണയിലെത്തിയാൽ കരാർ ഒപ്പിടുന്നതിന് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണെന്ന് സ്വിറ്റ്സർലൻഡും അറിയിച്ചു. ഇരു രാജ്യങ്ങളുമായും അടുത്ത് പ്രവർത്തിക്കുകയാണെന്നും സ്വിറ്റ്സർലൻഡ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷം നടന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ വിക്ഷേപിച്ച 1-ലധികം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക സമാധാന കരാറിന് അന്തിമ രൂപമായതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. ന്യൂസ് ഡെസ്ക് NTV. ഒമാൻ ഉൾക്കടലിൽ US നാവികസേന നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഇക്കാര്യം സംസാരിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ന്യായീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മാർക്കോ റൂബിയോയുമായി സംസാരിച്ച വിവരം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ജയശങ്കർ വ്യക്തമാക്കിയത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിച്ച വിവരം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയത്. ഒമാൻ തീരത്ത് അമേരിക്കൻ നാവികസേന നടത്തിയ ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമറിയിച്ചുവെന്നും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം നടപടികൾ ന്യായീകരിക്കാനാവില്ല എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. നേരത്തെ സംഭവത്തിൽ പ്രതിഷേധമറിയിക്കാൻ ഡൽഹിയിലെ അമേരിക്കൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ജേസൺ മിക്സനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു. ഇത്തരം നടപടികൾ സ്വീകാര്യമല്ല എന്നും രാജ്യാന്തര സമുദ്ര വാണിജ്യത്തിന്റെ സുരക്ഷയെയും സ്ഥിരതയെയും ഇത് ദോഷകരമായി ബാധിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഒമാൻ തീരത്തിന് സമീപം അമേരിക്ക കപ്പലിന് നേരെ നടത്തിയ ആക്രമണത്തിലാണ് 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടത്. അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ നാവികരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളും സ്ഥിരീകരിച്ചിരുന്നു. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ വെച്ചുണ്ടായ ഈ ദാരുണമായ സംഭവം ഇന്ത്യൻ പ്രവാസികൾക്കിടയിലും നയതന്ത്ര തലത്തിലും വലിയ ചർച്ചകൾക്കും വഴി തെളിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് NTV. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് ഇനി മുതൽ സൗജന്യമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് ഇറാൻ. കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സമാധാന കരാർ നിലവിൽ വന്നാലും ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവി മാനേജ്മെന്റ് പഴയതുപോലെ ആയിരിക്കില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ രാജ്യാന്തര ജലപാതയില്ലെന്നും അത് പൂർണ്ണമായും ഇറാന്റെയും ഒമാന്റെയും പരമാധികാര പരിധിയിലുള്ളതാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു.
ഇതുവരെ എല്ലാ കപ്പലുകൾക്കുമായി ജലപാത തുറന്നുകൊടുക്കുകയും ഇറാനും ഒമാനും ചേർന്ന് സൗജന്യമായി സുരക്ഷയും മറ്റു സേവനങ്ങളും ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു യുദ്ധത്തിന് ശേഷമുള്ള സാഹചര്യത്തിൽ ഇതിന്റെ മാനേജ്മെന്റിൽ മാറ്റം വരുത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒമാനുമായി ഫലപ്രദമായ ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവും സംബന്ധിച്ച സംയുക്ത കർമ്മ പദ്ധതി ഇരു രാജ്യങ്ങളും ഉടൻ പുറത്തിറക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ അമേരിക്കയുടെ പുതിയ പ്രതികരണം ലഭ്യമായിട്ടില്ല. നേരത്തെ ഇറാൻ സമാന ആവശ്യം ഉന്നയിച്ചപ്പോൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു അമേരിക്കൻ നിലപാട്. ന്യൂസ് ഡെസ്ക് NTV. ഇറാനിലേക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ ഫണ്ട് കൈമാറ്റം നടന്നതായുള്ള റിപ്പോർട്ടുകൾ തള്ളി UAE വിദേശകാര്യ മന്ത്രാലയം. ചില രാജ്യാന്തര മാധ്യമങ്ങളിലാണ് റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടത്. വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും UAE വിശദീകരിച്ചു. അതിനിടെ എണ്ണവാതക ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഖത്തർ ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന വാഷിംഗ്ടൺ പോസ്റ്റിന്റെ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഖത്തറും പ്രതികരിച്ചു. UAE $3 ബില്യൺ ഇറാനിലേക്ക് കൈമാറിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായി വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഫ്രീസ് ചെയ്ത ഇറാനിയൻ ഫണ്ടുകളൊന്നും UAE വഴി വിട്ടുകൊടുക്കുകയോ കൈമാറുകയോ ചെയ്തിട്ടില്ല എന്ന് മന്ത്രാലയം അടിവരയിട്ട് പറഞ്ഞു. മാധ്യമങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ കൃത്യത പാലിക്കണമെന്നും ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും UAE വ്യക്തമാക്കുന്നു. അതിനിടെ എണ്ണ വാതക ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഖത്തർ ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനങ്ങൾ എടുത്തത് എന്ന വാഷിംഗ്ടൺ പോസ്റ്റിന്റെ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഖത്തർ ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് അറിയിച്ചു. ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നതായും ഖത്തർ അറിയിച്ചു. നിലവിലെ പ്രാദേശിക സംഘർഷങ്ങൾ ഖത്തറിന്റെ ഊർജ്ജോൽപാദനത്തെ സ്വാധീനിച്ചുവെന്ന വാദം വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യം സ്വന്തം അതിർത്തി കാക്കുന്ന സമയത്താണ് ഇത്തരം തെറ്റായ വാർത്തകൾ വരുന്നത് എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. NTV അബുദാബി. ഹിജ്റ പുതുവത്സര അവധിയോടനുബന്ധിച്ച് തിങ്കളാഴ്ച സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ച ദുബായ് അബുദാബി എമിറേറ്റുകൾ. ജൂൺ 15-ന് അബുദാബിയിലെ പൊതു പാർക്കിംഗ് കേന്ദ്രങ്ങളിലും ദർബ് ടോൾ ഗേറ്റുകളിലും ഫീസ് ഇളവ് പ്രഖ്യാപിച്ചു. അവധി ദിവസം ദുബായ് മെട്രോ രാവിലെ 5 മുതൽ രാത്രി 1 മണി വരെ സർവീസ് നടത്തുമെന്ന് RT അറിയിച്ചു. അവധി ആഘോഷമാക്കാൻ തിങ്കളാഴ്ച എമിറേറ്റുകളിൽ പാർക്കിംഗ് സൗജന്യമാകും. ചൊവ്വാഴ്ച മുതലാകും സാധാരണ രീതിയിൽ ഫീ ഈടാക്കി തുടങ്ങുക എന്ന് അബുദാബി ക്യൂ മൊബിലിറ്റി അറിയിച്ചു. അവധി പ്രമാണിച്ച് സാസൽ നഖൽ, അൽമക്ത, റബ്ദാൻ, അൽസാദിയ ദർബ് ടോൾ ഗേറ്റുകളിൽ തിങ്കളാഴ്ച ഫീ നൽകേണ്ടതില്ല. എന്നാൽ അൽഖുറം, ഗന്ദൂത്ത് ടോൾ ഗേറ്റുകളിൽ ഈ ഇളവ് ബാധകമാവില്ല. ഈ 2 ഗേറ്റുകളിലും പതിവ് പോലെ 24 മണിക്കൂറും ഒരു തവണ കടന്നുപോകാൻ 4 ദിർഹം വീതം ടോൾ ഫീ ഈടാക്കും. എമിറേറ്റിലെ എല്ലാ സാധാരണ പൊതു പാർക്കിംഗ് കേന്ദ്രങ്ങളിലും തിങ്കളാഴ്ച പാർക്കിംഗ് സൗജന്യമായിരിക്കും. എന്നാൽ ബഹുനില പൊതു പാർക്കിംഗ് കെട്ടിടങ്ങളിൽ അവധി ദിവസങ്ങളിലും സാധാരണ നിരക്കിൽ ഫീ ഈടാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അവധി പ്രമാണിച്ച് അബുദാബിയിലെയും അലൈനിലെയും ക്യൂ മൊബിലിറ്റി കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ തിങ്കളാഴ്ച പ്രവർത്തിക്കുന്നില്ല. അതേസമയം ദുബായിലും സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധി ദിവസം ദുബായ് മെട്രോയും ട്രാമും രാവിലെ 5 മുതൽ രാത്രി 1 മണി വരെ സർവീസ് നടത്തുമെന്ന് RTA അറിയിച്ചു. NTV ദുബായ്. UAE-ൽ വേനൽക്കാല താപനില ഉയരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ കൃത്യമായ പരിചരണവും ടയറുകളുടെ സുരക്ഷയ്ക്കും മുൻഗണന നൽകണമെന്ന് അബുദാബി പോലീസ്. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പോലീസ് നടപ്പിലാക്കുന്ന സുരക്ഷിത വേനൽക്കാല ക്യാമ്പയിന്റെ ഭാഗമായാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. UAE-ൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളെയും കൃത്യമായി പരിചരിക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. കടുത്ത ചൂടിൽ വാഹനങ്ങളുടെ ടയറുകൾ അമിതമായി ചൂടാകാനും പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനും സാധ്യതയേറെയാണ്. ഇത് ഡ്രൈവർമാരുടെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും ജീവന് ഭീഷണിയാകുന്ന വൻ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പോലീസ് നടപ്പിലാക്കുന്ന സുരക്ഷിത വേനൽക്കാല ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. ഇതിനോടൊപ്പം ടയർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡിൽ സംഭവിച്ച വിവിധ അപകടങ്ങളുടെ ദൃശ്യങ്ങളും പോലീസ് പങ്കുവച്ചു. ഗുണനിലവാരമില്ലാത്തതോ പഴകിയതോ ആയ ടയറുകൾ ഉപയോഗിക്കുന്നത് വേനൽക്കാലത്ത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ടയറുകളുടെ അവസ്ഥ, നിർമ്മിച്ച തീയതി, കാലാവധി എന്നിവ കൃത്യമായി പരിശോധിക്കാൻ വാഹനമോടിക്കുന്നവർ തയ്യാറാകണം. ടയറുകളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വായുമർദ്ദം നിലനിർത്താനും വാഹനത്തിൽ അനുവദനീയമായതിലും കൂടുതൽ ഭാരം കയറ്റാതിരിക്കാനും ശ്രദ്ധിക്കണം. കേടുപാടുകൾ സംഭവിച്ചതോ തേയ്മാനം സംഭവിച്ചതോ ആയ ടയറുകൾ ഒട്ടും വൈകാതെ തന്നെ മാറ്റണം. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ടയറുകളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഇത് ഡ്രൈവർമാരുടെ കൂടി ഉത്തരവാദിത്തമാണെന്നും അബുദാബി പോലീസ് ഓർമ്മിപ്പിച്ചു. NTV അബുദാബി.
ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന പൗരന്മാരെയും താമസക്കാരെയും സമീപിച്ച് പണവും വ്യക്തിഗത വിവരങ്ങളും തട്ടിയെടുക്കുന്ന പുതിയ രീതിക്കെതിരെ UAE അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകി. ഇമെയിൽ വിലാസങ്ങൾ ഉപയോഗിച്ച് ഗൂഗിൾ മീറ്റ് വഴിയാണ് തട്ടിപ്പുകാർ ആളുകളെ ബന്ധപ്പെടുന്നത്. ഗൂഗിൾ മീറ്റ് കോളിൽ പങ്കുചേരുന്നവരോട് എമിറേറ്റ്സ് ID, താമസരേഖകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഫീസുകൾ കുടിശ്ശികയാണെന്നും പിഴയോ നിയമ നടപടികളോ ഒഴിവാക്കാൻ ഇത് ഉടനടി അടയ്ക്കണമെന്നും തട്ടിപ്പുകാർ ആവശ്യപ്പെടും. തുടർന്ന് എമിറേറ്റ്സ് IDയിലെ വിവരങ്ങൾ, പാസ്പോർട്ട് വിവരങ്ങൾ, ഫോൺ നമ്പറുകൾ എന്നിവ ശേഖരിക്കുകയും തങ്ങൾ നൽകുന്ന വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം കൈമാറാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ചില കേസുകളിൽ ഐഡന്റിറ്റി വെരിഫിക്കേഷന്റെയോ സർക്കാർ രേഖകൾ പുതുക്കുന്നതിന്റെയോ ഭാഗമായാണിതെന്നും സഹകരിച്ചില്ലെങ്കിൽ സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും ഭീഷണിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ICP ഒരിക്കലും ഗൂഗിൾ മീറ്റ് കോളുകൾ വഴിയോ വ്യക്തിഗത ഇമെയിൽ വിലാസങ്ങൾ വഴിയോ ഉപയോക്താക്കളെ ബന്ധപ്പെടാറില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. എമിറേറ്റ്സ് ID വിവരങ്ങളോ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളോ പണമടയ്ക്കലോ ഇത്തരം മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടാറില്ല. സർക്കാർ ഫീസുകൾ അംഗീകൃത ചാനലുകൾ വഴി മാത്രമാണ് സ്വീകരിക്കുന്നത്. ഗൂഗിൾ മീറ്റിലേക്കുള്ള ക്ഷണങ്ങൾ, എമിറേറ്റ്സ് IDയുടെ പകർപ്പുകൾ ആവശ്യപ്പെടൽ, പിഴ ഒഴിവാക്കാൻ ഉടനടി പണമടയ്ക്കാനുള്ള നിർബന്ധം, ഔദ്യോഗിക ഡൊമൈനുകൾക്ക് പകരം Gmail, യാഹു, ഹോട്ട്മെയിൽ എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ എന്നിവയെല്ലാം തട്ടിപ്പിന്റെ ലക്ഷണങ്ങളാണെന്ന് ദുബായ് ഷാർജ പോലീസ് ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിച്ചു. UAEയിലെ ഒരു സർക്കാർ സ്ഥാപനവും വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ വഴി പണം ആവശ്യപ്പെടുകയോ ഓൺലൈൻ മീറ്റിംഗുകളിൽ വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുകയോ ഇല്ല. എന്തെങ്കിലും സന്ദേശങ്ങൾ ലഭിച്ചാൽ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയോ കസ്റ്റമർ സർവീസ് സെന്റർ വഴിയോ മാത്രം സ്ഥിരീകരിക്കുക. സംശയാസ്പദമായ ഇമെയിലുകളോ കോളുകളോ ലഭിച്ചാൽ ഉടനടി പോലീസിന്റെ സൈബർ ക്രൈം പ്ലാറ്റ്ഫോമുകൾ വഴി വിവരം അറിയിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. NTV, ദുബായ്. ഇന്ത്യക്കാരുടെ പാസ്പോർട്ട്, വിസ, കോൺസുലർ സേവനങ്ങൾ നൽകുന്ന BLS കമ്പനിയുടെ കരാർ കാലാവധി ജൂൺ 30 അവസാനിക്കുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ജൂലൈ 1 മുതൽ അൽഹീദ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആയിരിക്കും സേവനങ്ങൾ നൽകുക. ജൂലൈ 1 മുതൽ അപേക്ഷകൾ നൽകുന്നവർ അൽഹിന്ദിന്റെ കേന്ദ്രങ്ങളിൽ വേണം സേവനത്തിനായി എത്താൻ. ഓരോ സേവനങ്ങൾക്കും എത്തിച്ചേരേണ്ട ഓഫീസുകളുടെ പൂർണ്ണമായ വിവരം എംബസി പിന്നീട് അറിയിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ അജ്മാനിൽ 12,378 പരിശോധനകൾ നടത്തിയതായി അജ്മാൻ മുനിസിപ്പാലിറ്റി അറിയിച്ചു. മുൻവർഷത്തെ അപേക്ഷിച്ച് ആരോഗ്യരംഗത്തെ പരാതികൾ കുറഞ്ഞതായാണ് കണക്കുകൾ കാണിക്കുന്നത്. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അജ്മാൻ മുനിസിപ്പാലിറ്റി. ഭക്ഷ്യകയറ്റുമതിയുടെ നടപടിക്രമങ്ങൾക്ക് 13,987 ആരോഗ്യ സുരക്ഷാ സർട്ടിഫിക്കറ്റുകളാണ് മുനിസിപ്പാലിറ്റി അനുവദിച്ചത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ആരോഗ്യരംഗത്തെ പരാതികൾ കുറഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം 1,424 പരാതികളാണ് ലഭിച്ചത്. 2024-ൽ 1,673 പരാതികൾ പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു. അതേസമയം നിയമലംഘനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. 5,539 നിയമലംഘനങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. 2024-ൽ 5,530 നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. 2023-ൽ ഇത് 2,202 മാത്രമായിരുന്നു. ആരോഗ്യമേഖലയിലെ വാഹനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനുള്ള അപേക്ഷകളുടെ എണ്ണം 1,708 ഉയർന്നതായും അധികൃതർ അറിയിച്ചു. തൊഴിലാളികളുടെ ലേബർ ക്യാമ്പുകൾക്കായി 220 അപേക്ഷകളാണ് കഴിഞ്ഞ വർഷം മാത്രം നഗരസഭയിൽ ലഭിച്ചത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഈ വർഷം 12,378 പരിശോധനകൾ നടത്തിയതായും അജ്മാൻ മുനിസിപ്പാലിറ്റി അറിയിച്ചു. NTV, അജ്മാൻ. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രൗഡ് ഓഫ് UAE സെലിബ്രേഷൻ ഇന്ന് അബുദാബി IIC ഹാളിൽ നടക്കും. UAEയുടെ വികസന നേട്ടങ്ങളെയും ഐക്യം, സഹിഷ്ണുത, സഹവർത്തിത്വം എന്നീ മൂല്യങ്ങളെയും ആദരിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ UAE സഹിഷ്ണുത സഹവർത്തിത്വ വകുപ്പ് മന്ത്രി ഹിസ് ഹൈനസ് ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, UAEയിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ദീപക് മിത്തൽ, പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് സാംസ്കാരിക സംഗീത നിശയുമുണ്ടാകും. ചടങ്ങിൽ സെന്ററിന്റെ പുതിയ മൊബൈൽ ആപ്പിന്റെ പ്രകാശനവും നടക്കുമെന്ന് പ്രസിഡന്റ് അബ്ദുൾ റൌഫ് അൽസനി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KV മുഹമ്മദ് കുഞ്ഞി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സീനിയർ ലീഡർ U അബ്ദുൾ ഫാറൂഖി, വൈസ് പ്രസിഡന്റ് VPK അബ്ദുള്ള, ട്രഷറർ അസീസ് കാളിയാടൻ, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി അബ്ദുള്ള നദ്വി, പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ അബ്ദുള്ള ബാസിദ് കായക്കണ്ടി, ജനറൽ കൺവീനർ സലീം നാട്ടിക, ഹൈദർ ബിൻ മൊയ്തു, അഷ്റഫ് നജാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. സ്വർണ്ണവില
വിനിമയ നിരക്ക്. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. സമാധാന വാർത്തയ്ക്ക് കാതോർത്ത് ലോകം. അമേരിക്ക ഇറാൻ കരാർ ഉടൻ ഒപ്പുവെക്കുമെന്ന് പാക് പ്രധാനമന്ത്രി. ആതിഥേയത്വം വഹിക്കാൻ തയ്യാറെന്ന് സ്വിറ്റ്സർലാൻഡ്. കരാർ വ്യവസ്ഥകൾ എന്ന പേരിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. അമേരിക്കൻ വെടിവെപ്പിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ഇന്ത്യ. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി അമർഷം അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നടപടി അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യ. ഇറാന് $300 കോടി നൽകിയെന്ന വാർത്ത തള്ളി UAE വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും രാജ്യം. എണ്ണ ഉൽപാദനത്തിൽ ഇറാൻ നിർദ്ദേശം തേടിയെന്ന വാർത്ത തള്ളി ഖത്തർ. തിങ്കളാഴ്ച സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ച ദുബായ്, അബുദാബി, എമിറേറ്റുകൾ. പ്രഖ്യാപനം ഹിജ്റ പുതുവത്സരാവധി കണക്കിലെടുത്ത്. ദർബ് ടോൾ ഗേറ്റുകളിലും സൗജന്യം. മെട്രോ സമയം ദീർഘിപ്പിക്കും. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.